ഹായ് വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 1038/2023 ആണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ്, ചൂസ് ദ കറക്റ്റ് അൻറ്റോണിം ഫോർ ദ ഫോളോയിങ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ അറൈവ്, ഓപ്ഷൻ എ റീച്ച്, ഓപ്ഷൻ ബി ഡെസ്റ്റിൻ, ഓപ്ഷൻ സി കം, ഓപ്ഷൻ ഡി ഡിപ്പാർട്ട്. ഇതിൽ അൻറ്റോണിമാണ് ചോദിച്ചിരിക്കുന്നത്. അൻറ്റോണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് മീനിങ് വരുന്നതാണ്. അറൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? എത്തിച്ചേരുക എന്നുള്ളതാണ് അറൈവിൻ്റെ മീനിങ്. എത്തിച്ചേരുക. ഓക്കെ, അപ്പോൾ ഇതിൽ റീച്ച്, ഡെസ്റ്റിൻ, കം എന്നൊക്കെ പറയുന്നത് എത്തിച്ചേരുക എന്ന് തന്നെയാണ്. ഡിപ്പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പുറപ്പെടുക എന്നുള്ളതാണ് ഡിപ്പാർട്ടിൻ്റെ മീനിങ്. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡിപ്പാർട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ബാരൻ, ഓപ്ഷൻ എ ഇൻഫെർട്ടൈൽ, ഓപ്ഷൻ ബി ആരിഡ്, ഓപ്ഷൻ സി ഫെർട്ടൈൽ, ഓപ്ഷൻ ഡി ഡിസേർട്ട്. ബാരൻ എന്ന് പറഞ്ഞാൽ ഫലപുഷ്ടി ഇല്ലാത്ത എന്നുള്ള മീനിങ് ആണ്. സോ ഇതിൻ്റെ അൻറ്റോണിം എന്ന് പറയുന്നത് അപ്പോൾ ഫെർട്ടൈൽ ആയിരിക്കും. ഫെർട്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫലപുഷ്ടി ഉള്ളത് എന്നാണ് മീനിങ്. അപ്പോൾ ഇതിൻ്റെ ബാരൻ്റെ അൻറ്റോണിമാണ് ഫെർട്ടൈൽ എന്ന് പറയുന്നത്. ബാക്കി ഇൻഫെർട്ടൈൽ, ഡെസേർട്ട്, ആരിഡ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് പ്രപ്പോസിഷൻ ഫോർ ദ ഫോളോയിങ്. പ്രപ്പോസിഷൻസിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഐ ഹാവ് ബ്രോട്ട് യു സം ബുക്സ് ഡാഷ് യു ടു എക്സാമിൻ. ഓപ്ഷൻ എ അപ്പ്, ഓപ്ഷൻ ബി ഫോർ, ഓപ്ഷൻ സി വിത്ത്, ഓപ്ഷൻ ഡി ടു. ഐ ഹാവ് ബ്രോട്ട് യു സം ബുക്സ് ഡാഷ് യു ടു എക്സാമിൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫോർ. ഐ ഹാവ് ബ്രോട്ട് യു സം ബുക്സ് ഫോർ യു ടു എക്സാമിൻ എന്നാണ് ആൻസർ. ഓപ്ഷൻ ബി, ഫോർ. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രെഡ് ഈസ് മെയ്ഡ് ഡാഷ് വീറ്റ്. ഓപ്ഷൻ എ ഓഫ്, ഓപ്ഷൻ ബി ഫ്രം, ഓപ്ഷൻ സി വിത്ത്, ഓപ്ഷൻ ഡി ബൈ. ബ്രെഡ് ഈസ് മെയ്ഡ് ഡാഷ് വീറ്റ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫ്രം. ബ്രെഡ് ഈസ് മെയ്ഡ് ഫ്രം വീറ്റ് എന്നാണ് വരുള്ളൂ. ഇതിലിപ്പോൾ അതിനൊരു ഭൗതിക മാറ്റം സംഭവിക്കുന്നുണ്ട്. മാറ്റം വന്നു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ബ്രെഡ്, വീറ്റിൽ നിന്നാണ് ബ്രെഡ് ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വീറ്റിനെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? ബ്രെഡാക്കി മാറ്റാൻ പറ്റും. പക്ഷേ ഈ ബ്രെഡിനെ എന്താണ് തിരിച്ച് നമുക്ക് വീറ്റാക്കി മാറ്റാൻ പറ്റില്ല. അവിടെ ഒരു മാറ്റം കംപ്ലീറ്റ് ആയിട്ട് നടന്നു. അത് കാരണം ഇതിൻ്റെ ആൻസർ വരുന്നത് ഫ്രം ആണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇപ്പോൾ വീറ്റിനെ ബ്രെഡാക്കി മാറ്റാൻ പറ്റും, ആൻഡ് ബ്രെഡിനെ വീറ്റാക്കി മാറ്റാൻ പറ്റില്ല. സോ അവിടെ എന്ത് വരും? ഫ്രം വരും. ഇനിയിപ്പോൾ തിരിച്ച് മാറ്റാൻ സാധിക്കുന്നതാണെങ്കിലും, ഇപ്പോൾ എന്താണ്, ഒരു ഗോൾഡിൽ നിന്ന് ഗോൾഡ് ചെയിൻ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അവിടെ എന്താ വരുള്ളൂ? ഓഫാണ് വരുള്ളൂ. കാരണം ഗോൾഡിന് ചെയിനുമാക്കി മാറ്റാൻ പറ്റും, ചെയിന് തിരിച്ച് ഗോൾഡ് ആക്കാനും പറ്റും. അത് കാരണം അവിടെ ഓഫാണ് വരുള്ളൂ. ഇതുപോലെ ഭൗതിക മാറ്റം, കറക്റ്റ് മാറ്റം വന്നു തിരിച്ച് ആ അവസ്ഥയിലേക്ക് മാറ്റാൻ പറ്റില്ലെങ്കിൽ അവിടെ എന്ത് വരും? ഫ്രം വരും. അല്ലാത്തതാണെങ്കിൽ അവിടെ ഓഫ് വരും. ഓക്കെ, അടുത്തത്, ചൂസ് ദ കറക്റ്റ് ടെൻസ് ഓഫ് വെർബ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്. ടെൻസ് ഓഫ് വെർബ് കണ്ടുപിടിക്കാനാണ്. അതിലാദ്യത്തത്, ഷീ ഗോ ടു സ്റ്റഡി നൗ. ഓപ്ഷൻ എ ഗോസ്, ഓപ്ഷൻ ബി ഈസ് ഗോയിങ്, ഓപ്ഷൻ സി ഹാഡ് ഗോൺ, ഓപ്ഷൻ ഡി വെൻഡ്. ഷീ ഗോ ടു സ്റ്റഡി നൗ. ഇതിലേതാ വരുന്നതെന്ന് ചോദിക്കാം. ഈ നൗ എന്നുള്ള ഒരു കീ വേർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നൗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? നൗ എന്ന് വന്നാൽ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനാണ് എന്ത്? നൗ വരുന്നത്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ്, ആർ പ്ലസ് ING ഫോമാണ് എന്ത്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നൗ വന്നാൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ്, ആർ പ്ലസ് ING ആണ്. അങ്ങനെ വരുമ്പോൾ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, ഈസ് ഗോയിങ്. ഓപ്ഷൻ എ ഗോസ് ആണ്, ബി ഈസ് ഗോയിങ്, സി ഹാഡ് ഗോൺ, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് വെൻഡ് ആണ്. ഇവിടെ നൗ വന്നിരിക്കുന്ന കാരണം പ്രസൻറ്റ് കണ്ടിന്യൂസ്. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ്, ആർ പ്ലസ് ING. അപ്പോൾ ഓപ്ഷൻ ബി വരും, ഈസ് ഗോയിങ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മൊബൈൽ റിംഗ് ട്വൈസ് ബിഫോർ ഐ പിക്ക്ഡ് ഇറ്റ് അപ്പ്. ഓപ്ഷൻ എ ഈസ് റിംഗിങ്, ഓപ്ഷൻ ബി വാസ് റിംഗിങ്, ഓപ്ഷൻ സി റാങ്, ഓപ്ഷൻ ഡി റിങ്സ്. ഇവിടെ ദ മൊബൈൽ റിംഗ് ട്വൈസ് ബിഫോർ ഐ പിക്ക്ഡ് അപ്പ് എന്നാണ്. ഈ പിക്ഡ് എന്ന് പറഞ്ഞ് വന്നിട്ടില്ലേ, ഇതൊരു V2 ഫോമാണ്, പിക്ക്ഡ്. സോ
ഫോൺ എടുക്കുന്നതിന് മുമ്പ് 2 പ്രാവശ്യം അടിച്ചു എന്നാണ് പറയുന്നത്. സോ ഇതൊരു V2 ഫോമിലാണ് കിടക്കുന്നത്. ഫോൺ എടുക്കുന്നതിന് മുമ്പ് ഇത് 2 പ്രാവശ്യം അടിച്ചു. സോ ഓപ്ഷനിൽ ഇത് ഒരു പാസ്റ്റ് ഫോം ആയതുകൊണ്ട് ഇവിടെ റിങ്ങിൻ്റെ ഇവിടെ എന്ത് വരും, അതൊരു പാസ്റ്റ് ഫോം ആയിരിക്കും. അത് കാരണം ഇതിൽ പാസ്റ്റ് ഫോം ഏതാ, ഈസ് റിങ്ങിങ് പാസ്റ്റ് ഫോം അല്ല, വാസ് റിങ്ങിങ് റിങ്സ് എന്നുള്ളത് വരില്ല. അപ്പോൾ എന്താണ് ഓപ്ഷൻ സി റാങ് വരും, ഒരു പാസ്റ്റ് ഫോം തന്നെ വരും. അപ്പോൾ ഓപ്ഷൻ സി എന്താണ്, റാങ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഐ ഹേറ്റ് പീപ്പിൾ ഹു ആർ നോട്ട് പൊളൈറ്റ്. ഓപ്ഷൻ എ ഹേറ്റ്, ഓപ്ഷൻ ബി ഹേറ്റ്സ്, ഓപ്ഷൻ സി ആം ഹേറ്റിംഗ്, ഓപ്ഷൻ ഡി ഹാഡ് ഹേറ്റ്. ഇവിടെ ആർ എന്ന് സെക്കൻഡ് ക്ലോസ്, 2 ക്ലോസ് ഉണ്ട്. ഈ സെക്കൻഡ് ക്ലോസിൽ ആറാണ് വന്നിരിക്കുന്നത്, അതായത് ഒരു പ്രസൻറ്റ് ഫോമാണ് വന്നിരിക്കുന്നത്. സോ അപ്പോൾ ഈ ഫസ്റ്റ് ക്ലോസിലും എന്താണ്, അവിടെയും ഒരു പ്രസൻറ്റ് ഫോം തന്നെയാണ് വരുള്ളൂ. ഇവിടെ പ്രസൻറ്റ് ഫോം എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ്, ഹെയ്റ്റ് ആണ് വരുള്ളൂ. ഐ ഹെയ്റ്റ്സ് എന്നൊരിക്കലും വരില്ല. പിന്നെ ആം ഹേറ്റിംഗ് ഇവിടെ പ്രസൻറ്റ് ഫോമാണ്, അത് കാരണം എന്ത് വരും, ഹെയ്റ്റ് എന്ന് തന്നെയാണ് ഇവിടെ വരുള്ളൂ. ഹാർഡ് ഹെയ്റ്റും വരില്ല, ഐ ആം ഹേറ്റിംഗ് എന്നും വരില്ല. ആൻസർ ഓപ്ഷൻ എ ആണ്, ഹെയ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹിസ് ക്യാറ്റ് ഫോൾ ഇൻ ടു ദ റിവർ യെസ്റ്റർഡേ. ഓപ്ഷൻ എ ഫോൾസ്, ഓപ്ഷൻ ബി ഫെൽ, ഓപ്ഷൻ സി ഹാവ് ഫോളൻ, ഓപ്ഷൻ ഡി ഈസ് ഫോളിങ്. ഹിസ് ക്യാറ്റ് ഫോൾ ഇൻ ടു ദ റിവർ യെസ്റ്റർഡേ. ഇവിടെ യെസ്റ്റർഡേ എന്നുള്ളൊരു കീവേഡ് കൊടുത്തിട്ടുണ്ട്. യെസ്റ്റർഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അതൊരു പാസ്റ്റ് ടെൻസ് ആണ്. യെസ്റ്റർഡേ വരുമ്പോൾ എന്താണ്, പാസ്റ്റ് ടെൻസ് ആണ് വരുള്ളൂ, സിമ്പിൾ പാസ്റ്റ്. യെസ്റ്റർഡേ എന്ന് കണ്ട, യെസ്റ്റർഡേ, എഗോ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും, ഫോൾസ്, ഫെൽ, ഹാവ് ഫോളൻ, ഈസ് ഫോളിങ്. സിമ്പിൾ പാസ്റ്റ് ഏതാ, ഓപ്ഷൻ ബി ആണ്, ഫെല്ല്. ഫോളിൻ്റെ V2 ഫോമാണ് ഫെല്ലെന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും, ഫെൽ. ഇവിടെ സിമ്പിൾ പാസ്റ്റ് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഫെല്ലാണെന്ന്. ഇത് ഈസ് ഫോളിങ്ങും ഹാവ് ഫോളനും ഫോൾസും വരില്ല. ഇവിടെ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത് ഫെല്ലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് നോട്ട് വർത്ത് പേ സോ മച്ച് മണി ഫോർ ദ കോൺസേർട്ട്. ഓപ്ഷൻ എ പേ, ഓപ്ഷൻ ബി പെയ്ഡ്, ഓപ്ഷൻ സി പേയിങ്, ഓപ്ഷൻ ഡി ഹാവ് പെയ്ഡ്. ആൻസർ ഓപ്ഷൻ സി ആണ്, പേയിങ്. ഇതിൽ പേ എന്ന് പറയുന്നത് ഇതിൻ്റെ V1 ആണ്, പെയ്ഡ് ആണ് V2, പെയ്ഡ് തന്നെയാണ് ഇതിൻ്റെ V3 വരുന്നത്, ആൻഡ് V4 ആണ് പേയിങ് എന്ന് പറയുന്നത്. ഇവിടെ അപ്പോൾ ആ ഫോമാണ് വരുള്ളൂ, പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം, പേയിങ് ആണ് ഇവിടെ വരുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടെറിഫൈഡ് പീപ്പിൾ ഫ്ലീ ടു ദ മൗണ്ടെയ്ൻസ്. ഓപ്ഷൻ എ ഫ്ലീസ്, ഓപ്ഷൻ ബി ഫ്ലീ, ഓപ്ഷൻ സി ഈസ് ഫ്ലീയിങ്, ഓപ്ഷൻ ഡി ഫ്ലഡ്. ടെറിഫൈഡ് പീപ്പിൾ ഫ്ലീ ടു ദ മൗണ്ടെയ്ൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിഭ്രാന്തരായ ജനങ്ങൾ മലമുകളിലേക്ക് പലായനം ചെയ്തു എന്നാണ്. അപ്പോൾ അതൊരു എന്താണ്, പാസ്റ്റ് ഫോമിലേക്ക് വരും. അവർ എന്താണ്, ടെറിഫൈഡ് പീപ്പിൾ മൗണ്ടെയ്ൻ മലമുകളിലേക്ക് പലായനം ചെയ്തു എന്ന് വരുമ്പോൾ അപ്പോൾ ഇവിടെ എന്ത് വരും, ഒരു പാസ്റ്റ് ഫോമാണ് വരുന്നത്. ആൻസർ അപ്പോൾ ഓപ്ഷൻ ഡി ആണ്, ഫ്ലഡ്. പാസ്റ്റ് ഫോമിൽ കിടക്കുന്നത് പിന്നെ ഫ്ലഡ് ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഫ്ലഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹിസ് കമ്പനി ഈസ് ഗ്രേറ്റ്ലി സീക്ക് ആഫ്റ്റർ. ഓപ്ഷൻ എ സീക്സ്, ഓപ്ഷൻ ബി ഈസ് സീക്കിംഗ്, ഓപ്ഷൻ സി സോട്ട്, ഓപ്ഷൻ ഡി സീക്കിംഗ്. ബിഗ് ഡിമാൻഡിനെയാണ് നമ്മൾ ഈ സീക്ക് ആഫ്റ്റർ എന്ന് പറയുന്നത്. ഹിസ് കമ്പനി ഈസ് ഗ്രേറ്റ്ലി സീക്ക് ആഫ്റ്റർ. ആൻസർ ഓപ്ഷൻ സി ആണ്, സോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ഫ്രീസ് കോൾഡ് ഇൻ ദ കൺട്രി. ഓപ്ഷൻ എ ഫ്രോസൺ, ഓപ്ഷൻ ബി ഫ്രീസിങ്, ഓപ്ഷൻ സി ഹാവ് ഫ്രോസൺ, ഓപ്ഷൻ ഡി ഫ്രീസ്. ആ കൺട്രിയിൽ ഭയങ്കര ഫ്രീസ് കോൾഡ്, ഭയങ്കര തണുപ്പാണെന്നാണ് പറയുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫ്രീസിങ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹി കുഡിൻറ്റ് സ്ലീപ്പ് ബിക്കോസ് ഹി വാസ് ഡാഷ് ബൈ ദ മോസ്കിറ്റോസ്. ഓപ്ഷൻ എ ബൈറ്റൺ, ഓപ്ഷൻ ബി ബൈറ്റ്, ഓപ്ഷൻ സി ബിറ്റിംഗ്, ഓപ്ഷൻ ഡി ബിറ്റ്. ഹി കുഡിൻറ്റ് സ്ലീപ്പ് ബിക്കോസ് ഹി വാസ് ബിറ്റ് ബൈ ദ മോസ്കിറ്റോസ്. അവന് ഉറങ്ങാൻ സാധിച്ചില്ല ബിക്കോസ് അവനെ കൊതുക് കടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ബിക്കോസ് ഹി വാസ്
ബൈ ദ മോസ്കിറ്റോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, ബിറ്റൺ ബൈ ദ മോസ്കിറ്റോസ് എന്നാണ് വരുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഹി വാസ് സ്വോർ ഇൻ അസ് ദ ചീഫ് മിനിസ്റ്റർ ഫോർ ദ സെക്കൻഡ് ടൈം. ഓപ്ഷൻ എ സ്വോർ, ഓപ്ഷൻ ബി സോൺ, ഓപ്ഷൻ സി സ്വയർ, ഓപ്ഷൻ ഡി സ്വയറിംഗ്. സ്വോർ എന്ന് പറയുന്നത് സത്യപ്രതിജ്ഞനെയാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഹി വാസ് സ്വോർ ഇൻ അസ് ദ ചീഫ് മിനിസ്റ്റർ ഫോർ ദ സെക്കൻഡ് ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, സോൺ. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് വൺ വേർഡ് ഫോർ ദ ഫോളോയിങ്. ഇതിൽ നിന്ന് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. പ്രാക്ടീസ് ഓഫ് ഹാവിങ് 2 wives ഓർ ഹസ്ബൻഡ്. ഓപ്ഷൻ എ പോളിഗമി, ഓപ്ഷൻ ബി മോണോഗമി, ഓപ്ഷൻ സി ബൈഗമി, ഓപ്ഷൻ സി ഡിച്ചോട്ടോമി. ഇതിൽ ഹാവിങ് 2 wives ഓർ ഹസ്ബൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് എന്ത് പറയുന്നത്? ശരിക്കും അതിനെ പറയുന്നത് ബൈഗമി എന്നാണ് പറയുന്നത്. 2 wives അല്ലെങ്കിൽ ഹസ്ബൻഡ് ഉണ്ടാവുന്ന ഇതിനെ ബൈഗമി എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കോഡിലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫൈനൽ ആൻസർക്ക് വന്നപ്പോൾ അതിലുണ്ടായിരുന്ന ആൻസർ എന്ന് പറയുന്നത് പോളിഗമി, ഓപ്ഷൻ എ പോളിഗമിയാണ്. പക്ഷേ ഇതിൻ്റെ ശരിക്കും 2 wives ഓർ ഹസ്ബൻഡ് വന്നിട്ടുണ്ടെങ്കിൽ ബൈഗമി എന്നാണ് ശരിക്കും പറയുന്നത്. മോർ ദാൻ 2, ഒത്തിരി പേരുണ്ടെങ്കിലാണ്, ഒത്തിരി വൈഫ്സ് ഓർ ഹസ്ബൻഡ് വരുമ്പോഴാണ് നമ്മൾ പോളിഗമി എന്ന് പറയുന്നത്. 2 ആണെങ്കിൽ ബൈഗമി. പക്ഷേ ഫൈനൽ ആൻസർ കീഴിൽ ഓപ്ഷൻ എ പോളിഗമിയാണ് കറക്റ്റ് ആൻസർ കൊടുത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഹൂ നോസ് മെനി ലാംഗ്വേജ്. ബൈലിംഗ്വൽ, ഓപ്ഷൻ ബി പോളിഗ്ലോട്ട്, ഓപ്ഷൻ സി പോളിഗമി, ഓപ്ഷൻ ഡി പോളിയാൻഡ്രി. ആൻസർ ഓപ്ഷൻ ബി ആണ്, പോളിഗ്ലോട്ടാണ്. മെനി ലാംഗ്വേജ്, കുറേ ലാംഗ്വേജ് അറിയുന്നവരെ പറയുന്നത് പോളിഗ്ലോട്ട് എന്നാണ് പറയുന്നത്. ആൻഡ് കുറേ ലാംഗ്വേജസ് അറിയാവുന്നവരെ പോളിഗ്ലോട്ട് എന്ന് പറയും. 2 ലാംഗ്വേജ് അറിയുന്നവരെയാണ് നമ്മൾ ബൈലിംഗ്വൽ എന്ന് പറയുന്നത്. 2 ലാംഗ്വേജ് അറിയുന്നവരെ നമ്മൾ ബൈലിംഗ്വൽ എന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ പോളിഗമി നമ്മളിപ്പോൾ പറഞ്ഞു, എന്താണ്, കുറേ മെനി ഹസ്ബൻഡ് ഓർ വൈഫ് ഉള്ളവരെയാണ് നമ്മൾ പോളിഗമി എന്ന് പറയുന്നത്. ഇനി പോളിയാൻഡ്രി എന്ന് പറയുന്നത് സെവറൽ ഹസ്ബൻഡ് ഉള്ളവരെയാണ് പോളിയാൻഡ്രി എന്ന് പറയുന്നത്. ഇതിപ്പോൾ മെനി ലാംഗ്വേജ് ആണെങ്കിൽ ഓപ്ഷൻ ബി ആണ്, പോളിഗ്ലോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സിനോണിം ഫോർ ദ ഫോളോയിങ്. സിനോണിം എന്ന് പറഞ്ഞാൽ സെയിം അർത്ഥം വരുന്നത് കണ്ടുപിടിക്കുന്നതിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സജസ്റ്റ്. ഓപ്ഷൻ എ ടീച്ച്, ഓപ്ഷൻ ബി ഇൻഫോം, ഓപ്ഷൻ സി പ്രപ്പോസ്, ഓപ്ഷൻ ഡി ഒബ്ജക്റ്റ്. സജസ്റ്റ് എന്ന് പറഞ്ഞാൽ നിർദ്ദേശിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അതേ അർത്ഥം വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, പ്രപ്പോസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻറ്റിൻ്റെ സെയിം മീനിങ് വരുന്നത് സിഗ്നിഫിക്കൻറ്റ്, ട്രൈവിയൽ, റിലയബിൾ, അൺസർട്ടൈൻ. ആൻസർ ഓപ്ഷൻ എ ആണ്, സിഗ്നിഫിക്കൻറ്റ്. ഇമ്പോർട്ടൻറ്റിൻ്റെ സെയിം മീനിങ് വരുന്നത് സിഗ്നിഫിക്കൻറ്റിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ആർട്ടിക്കിൾ ഫോർ ദ ഫോളോയിങ്. ഹീ ഈസ് ബേക്കിംഗ് ഡാഷ് കേക്ക്. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ആൻ, ഓപ്ഷൻ സി ദ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇതിൽ ആർട്ടിക്കിൾ വരുമ്പോൾ നമ്മൾ ഈ പറയുന്നത്, ഇപ്പോൾ കേക്കിൻ്റെ മുമ്പിലാണ് നമുക്കിവിടെ ഡാഷ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കേക്ക് എന്ന് പറയുന്നതിൽ നമ്മൾ ഉച്ചരിക്കുമ്പോൾ അതൊരു വ്യഞ്ജനാക്ഷരമാണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ എയും, ഒരു സ്വരാക്ഷരമാണ് വരുന്നതെങ്കിൽ ആനുമാണ് ചേർക്കുന്നത്. അപ്പോൾ കേക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എ ആണ് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, എ കേക്ക് എന്നാണ് വരുള്ളൂ. അതൊരു വ്യഞ്ജനാക്ഷരമാണല്ലോ കേക്ക് എന്ന് പറയുമ്പോൾ വരുന്നത്, അത് കാരണം ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡാഷ് എക്സൈറ്റിംഗ് നൈറ്റ് ഇറ്റ് വാസ്. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ആൻ, ഓപ്ഷൻ സി ദ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വരാക്ഷരമാണ് ശരിക്കുമ്പോൾ വരുന്നതെങ്കിൽ ആൻ വരും, വ്യഞ്ജനാക്ഷരമാണ് വരുന്നതെങ്കിൽ എ വരും. ഇത് എക്സൈറ്റിംഗ് എന്നാണ് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, ആൻ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2023
1038/2023 കോഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളോട് കമൻറ്റ് ബോക്സിൽ പറയുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്